തിരുഹൃദയമേ തീരാത്ത സ്നേഹമേ ആകാശം പോലല്ലോ. യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുഹൃദയത്തെ വണങ്ങുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന മാസമാണത്, ജൂൺ മാസം. തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ചിന്ത സ്നേഹത്തെക്കുറിച്ചാണ്. യേശുവിൻ്റെ തിരുഹൃദയം സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും ഒരു അടയാളമാണ്. ഇപ്പോഴത്തെ ട്രെൻഡ് നമുക്കറിയാം. സ്നേഹം കാണിക്കാനായി പലതരം ലാംഗ്വേജ് ഉണ്ട്. ലവ് ലാംഗ്വേജ് എന്ന് പറയുന്നതിനകത്ത് പല കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആണ്. അത് ഏറ്റവും മനോഹരമായിട്ടുള്ളതാണ് നമ്മൾ ഹൃദയം കാണിക്കുക എന്ന് പറയുന്നത്. വാട്സപ്പിലായാലും ഫേസ്ബുക്കിലായാലും മറ്റിടങ്ങളിലൊക്കെ ആയാലും മനോഹരമായൊരു ഫംഗ്ഷൻ്റെ പിന്നിലായാലും നമ്മൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക വലിയ 2 ഹൃദയങ്ങളായിരിക്കും. ഹൃദയത്തിൻ്റെ പ്രത്യേകത സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമാണ്. ഈ ഒരു ട്രെൻഡ് ആദ്യമായി കൊണ്ടുവന്നത് കർത്താവ് തന്നെയാണ്. യേശുവിൻ്റെ ഹൃദയം തന്നെ പുറത്തേക്കെടുത്ത് കാണിച്ചുകൊണ്ട് നമ്മളോടുള്ള സ്നേഹം അവന് മനോഹരമായിട്ട് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഉണ്ടാവേണ്ട ഒരു പ്രധാനപ്പെട്ട നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയാണ് ഈ ലവ് ലാംഗ്വേജ് എന്ന് പറയുക. ഹൃദയം തുറന്ന് കാണിക്കുക. എൻ്റെ ദൈവത്തെ പോലെ ഹൃദയം തുറന്ന് കാണിക്കാനായി പഠിക്കുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ ബൈബിളിൽ വായിക്കുന്നുണ്ട്, നിൻ്റെ നിക്ഷേപം എവിടെയോ അവിടെയാണ് നിൻ്റെ ഹൃദയം. നമ്മുടെ നിക്ഷേപങ്ങൾ എവിടെയാണെന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ഹൃദയം നമുക്ക് തുറവിയോടുകൂടെ നമുക്ക് തുറക്കാനായിട്ട് നമുക്ക് സാധിക്കും. മറ്റുള്ളവരിലേക്ക് നമുക്ക് നിക്ഷേപിക്കാൻ സാധിച്ചാൽ നമ്മുടെ സ്നേഹം, നമ്മുടെ സഹനം, നമ്മുടെ സമയം മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കുമ്പോൾ, നമ്മുടെ നിക്ഷേപങ്ങൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ സമർപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഹൃദയം കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കുക എന്ന് പറയുന്നതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ക്രിസ്തു എപ്പോഴും നമ്മളോട് സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഹൃദയത്തിൻ്റെ ഭാഷയ്ക്ക് വാക്കുകൾ വേണമെന്നില്ല, അതിന് ആംഗ്യങ്ങൾ വേണമെന്നില്ല. ചെറിയൊരു പുഞ്ചിരി മാത്രം മതി നമുക്ക് കാര്യങ്ങൾ കൺവേ ചെയ്യാനായിട്ട് എളുപ്പമാണ്. ഒരു ചെറിയ കുഞ്ഞിൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഒരു അമ്മ മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ, നമ്മുടെ ഇഷ്ടപ്പെട്ടവരുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ അവർ പറയാതെ തന്നെ നമ്മൾ തിരിച്ചറിയുന്നത് പോലെ ഹൃദയത്തിൻ്റെ ഭാഷ അതത്ര മനോഹരമാണ്. ഞാൻ എൻ്റെ ഈശോയുടെ ഹൃദയത്തിന് മുന്നിലേക്ക് വരുമ്പോൾ ഞാനും ഈശോയുമായിട്ട് സംസാരിക്കുക. വാക്കുകൊണ്ടാവണമെന്നില്ല. പലപ്പോഴും നമ്മുടെ സങ്കടം അതാണ്. എന്നെ ഈശോ അറിയുന്നുണ്ടോ? എൻ്റെ സങ്കടങ്ങളും വിഷമങ്ങളും ഈശോ അറിയുന്നുണ്ടോ, മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ്. ആ തുറന്നിരിക്കുന്ന ഹൃദയം നമ്മളോട് സംസാരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ ഹൃദയവുമായിട്ട് ആ ഹൃദയത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. എൻ്റെ ഹൃദയം നൊന്താൽ, എൻ്റെ ഹൃദയം സന്തോഷിച്ചാൽ, ആഹ്ലാദിച്ചാൽ അതെല്ലാം ഈശോ അറിയുന്നുണ്ട്. അതാണ് ഈശോയുടെ ഹൃദയത്തിൻ്റെ ഭാഷ. നമുക്കും ആ സ്നേഹത്തിൻ്റെ ഭാഷയിൽ സംസാരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ തിരുഹൃദയത്തെ വണങ്ങുന്ന മാസം. ഈശോയുടെ തിരുഹൃദയം എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു അതുപോലെ തിരിച്ച് സ്നേഹിക്കാൻ, അതുപോലെ മറ്റുള്ളവരുടെ ഹൃദയങ്ങളെ തിരിച്ചറിയാനും സ്നേഹം കൊടുക്കാനും നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.